ചെറുപുഴയുടെ പുതുവസന്തം വികസനമായി വിടർന്നു. മഞ്ഞുമൂടും മലനിരകൾ മധുരമായി ചിരിച്ചു. കാലസൂര്യൻ ചരിതമെഴുതും വികസനത്തിൻ മണ്ണിൽ നന്മ നിറയും വികസനങ്ങൾ പ്രഭചൊരിയും മണ്ണിൽ. പ്രഭചൊരിയും മണ്ണിൽ. ചെറുപുഴയുടെ പുതുവസന്തം വികസനമായി വിടർന്നു. മഞ്ഞുമൂടും മലനിരകൾ മധുരമായി ചിരിച്ചു. കാലസൂര്യൻ ചരിതമെഴുതും വികസനത്തിൻ മണ്ണിൽ നന്മ നിറയും വികസനങ്ങൾ പ്രഭചൊരിയും മണ്ണിൽ. പ്രഭചൊരിയും മണ്ണിൽ. പ്രഭചൊരിയും മണ്ണിൽ. പ്രഭചൊരിയും മണ്ണിൽ. ഹരിതസുന്ദരവും മനോഹരവും മാറുന്ന പ്രകൃതി ഭംഗികളാൽ സമ്പന്നവുമാണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. തികച്ചും കാർഷിക മേഖലയിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം ആളുകളും. കുടിയേറ്റ ചരിത്ര വീഥികളിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ സ്ഥാനം ഏറെ ശ്രദ്ധേയമാണ്. കുടിയേറ്റ കർഷകരും നാനാജാതി മതസ്ഥരും ഏറെ സൗഹൃദത്തോടും ബഹുമാനത്തോടും കൂടി ജീവിക്കുന്ന ഈ മണ്ണ് മതസൗഹാർദ്ദവും മാനവിക മൂല്യങ്ങളും നിറഞ്ഞ സംസ്കാര സമ്പന്നമായ നാടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണസമിതി നിലവിൽ വരുമ്പോൾ പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് അതുതന്നെയാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവരുടെ ഒപ്പം ചേർന്ന് അഴിമതിരഹിതമായ ഒരു ഭരണം കാഴ്ചവെക്കണമെന്ന് തന്നെയാണ്. അതുതന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹവും ഭരണസമിതി ആഗ്രഹിക്കുന്നതും അങ്ങനെ വേണമെന്നാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇക്കാര്യത്തിൽ നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കാൻ എൻ്റെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലങ്ങൾ പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും അനുഭവവേദ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ താലൂക്കിൽ പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. കിഴക്ക് കർണാടക സംസ്ഥാനം ഉദയഗിരി ആലക്കോട് ഗ്രാമപഞ്ചായത്തുകൾ, വടക്ക് കർണാടക സംസ്ഥാനം ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത്, തെക്ക് ആലക്കോട് പഞ്ചായത്ത്, പടിഞ്ഞാറ് പെരിങ്ങോം ആലക്കോട് ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവയാണ്. ഒക്ടോബർ 2 ഈ പഞ്ചായത്ത് സ്ഥാപിതമായത്. വികസനത്തിൻ്റെ വഴിത്താരയിൽ ചരിത്രം കുറിച്ചു വെക്കുവാൻ കാലങ്ങളുടെ കർമ്മനിയോഗം പോലെ ചെറുപുഴയുടെ എല്ലാ അടിസ്ഥാന മേഖലകളിലും പഞ്ചായത്തിൻ്റെ സേവനവും സഹകരണവും വികസന പ്രവർത്തനങ്ങളിൽ നേടിയെടുക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു എന്നത് ഏറെ അഭിമാനം. വീടില്ലാത്തവൻ്റെ ഒരു സ്വപ്നമാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 21.5 കോടി രൂപ ചെലവിൽ 515 വീടുകൾ നിർമ്മിച്ചു. ഒരു വീടിന് 72,000 രൂപ നിരക്കിൽ
പ്രധാനമന്ത്രി ആവാസ് യോജന ഫണ്ടിൽ നിന്നും 19 വീടുകളും മേൽക്കൂര തകർന്ന് അപകടാവസ്ഥയിലായിരിക്കുന്ന വീടുകളെ പുനരുദ്ധാരണം എന്ന ഉദ്ദേശത്തോടുകൂടി ഭവന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ 347 വീടുകളും നൽകി. 881 ഭവനരഹിതർക്ക് സംരക്ഷണമായി മാറുവാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നതിൽ ഏറെ അഭിമാനം. ലൈഫ് ഭവന പദ്ധതിയിൽ ജില്ലയിൽ 1-ാം സ്ഥാനം നേടുകയും സംസ്ഥാന തലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. 2020 ഡിസംബറിൽ ചുമതലയേറ്റ പഞ്ചായത്ത് ഭരണസമിതി എല്ലാ മേഖലകളിലും എന്നതുപോലെ തന്നെ സവിശേഷമായ ഒരു ശ്രദ്ധ കൊടുത്ത മേഖലയായിരുന്നു പഞ്ചായത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തനത് വരുമാനം ഒരു അവിഭാജ്യ ഘടകമാണ്. 2021-22 വർഷത്തിൽ 1,39,00,000 രൂപയായിരുന്നു പഞ്ചായത്തിൻ്റെ തനത് വരുമാനം എന്നുള്ളത്. അത് പടിപടിയായി വർദ്ധിച്ച് 2024-25 വർഷമായപ്പോഴേക്കും 2,14,00,000 രൂപയിലേക്ക് ഉയർന്നു. ഓരോ വർഷവും പിടിച്ചെടുക്കേണ്ട നികുതികൾ 100% പിടിച്ചെടുക്കുകയും അതോടൊപ്പം മറ്റ് പെർമിറ്റ് ഫീസ്, ലൈസൻസ് ഫീസ് ഉൾപ്പെടെയുള്ള നികുതിയേതര വരുമാനവും കൃത്യമായി സ്വരൂപിച്ച് തനത് വരുമാനം വർദ്ധിപ്പിച്ചു. എന്ന് മാത്രമല്ല, തനത് വരുമാനം വർദ്ധിപ്പിച്ച് അത് സൂക്ഷിച്ചു വയ്ക്കുകയല്ല, വിവിധ പദ്ധതികൾക്കായി അത് ഉപയോഗിക്കുകയും ചെയ്തു. 2025-26 വാർഷിക പദ്ധതിയിൽ മാത്രം 4.25 കോടി രൂപയുടെ 4,73,00,000 രൂപയുടെ പ്രോജക്റ്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് വാർഷിക പദ്ധതിയിലേക്ക്, തനത് ഫണ്ട് മാത്രം ഉപയോഗിച്ച്. അതിൽ ഏതാണ്ട് 42 ലക്ഷം രൂപ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും വരുന്ന മാസങ്ങളിൽ അത് ഒരു 3.5 കോടി രൂപ വരെ ചെലവഴിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലുമാണ് പഞ്ചായത്ത് ഭരണസമിതി ഉള്ളത്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങി വെച്ച ഒരു പദ്ധതിയായിരുന്നു തട്ടുമ്മൽ കൊപ്ര ഡ്രൈവ്. അത് വിവിധ സാങ്കേതിക തടസ്സങ്ങളിലും പ്രശ്നങ്ങളിലും എല്ലാം പെട്ട് പ്രവർത്തനക്ഷമമാകാതെ ഇത്രയും വർഷം നിലനിന്നു. ഈ ഭരണസമിതി ചുമതലയേറ്റ ഉടൻ തന്നെ അതിൻ്റെ ഓരോ പ്രശ്നങ്ങളും പഠിക്കുകയും അതിന് ആവശ്യമായ പരിഹാരങ്ങൾ ചെയ്ത് അതിൻ്റെ നിലവിലുള്ള തടസ്സങ്ങളെല്ലാം നീക്കി അത് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നടത്തിപ്പ് ചുമതല കൈമാറുന്നതിനുള്ള നടപടികളും പൂർത്തിയായിട്ടുണ്ട്. ആരോഗ്യമേഖലയിൽ ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങളിലൂടെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് മുന്നേറുകയാണ്. പുളിങ്ങം ജനകീയാരോഗ്യ കേന്ദ്രത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം 48 ലക്ഷം രൂപയുടെ മരുന്നുകളും, ചെറുപുഴ പ്രാപ്പയിൽ ആയുർവേദ ആശുപത്രികൾക്ക് 88 ലക്ഷം രൂപയുടെ മരുന്നുകളും, കോലുവള്ളി ഗോക്കടവ് ഹോമിയോ ആശുപത്രികൾക്ക് 39 ലക്ഷം രൂപയുടെ മരുന്നുകളും നൽകി. 1,75 ലക്ഷം രൂപ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പഞ്ചായത്ത് ചെലവാക്കിയിട്ടുണ്ട്. മീൻതുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിടം പുതുക്കിപ്പണിയുവാനും ഈ കാലയളവിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിൽ ആദ്യമായി രോഗനിർണയത്തിന് ഫുൾ ഓട്ടോമാറ്റിക് ലാബ് സ്ഥാപിച്ചത് ഏറെ സഹായകരമാകുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലായി പരിശീലനം നേടിയ 100 സാന്ത്വന പരിചരണ വളണ്ടിയർമാരുണ്ട്. LDFിൻ്റെ നേതൃത്വത്തിലുള്ള ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സമസ്ത മേഖലയിലും വികസന കുതിപ്പുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ മേഖലയിലുമുണ്ട്. ആരോഗ്യ മേഖലയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ചികിത്സക്കും ആരോഗ്യ പരിപാലനത്തിനും വേണ്ടിയാണ് ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാർക്ക് അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് മനസ്സിലായിക്കൊണ്ട് ആയുർവേദ ആശുപത്രി ആയാലും ഹോമിയോ ആശുപത്രി ആയാലും അലോപ്പതി ആശുപത്രി ആയാലും നല്ല പരിഗണന ഈ പഞ്ചായത്ത് കൊടുത്തുകൊണ്ട് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ അതുപോലെ തന്നെ ആയുർവേദ ആശുപത്രിയിലും ഹോമിയോ ആശുപത്രിയിലും ആവശ്യമായിട്ടുള്ള മരുന്ന് നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ലാബ് നമ്മുടെ പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഓട്ടോമാറ്റിക് ലാബുള്ള ഒരു ആശുപത്രി ചെറുപുഴയിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായ നിരക്കിൽ രോഗം നിർണ്ണയിക്കുന്നതിനും ആവശ്യമായ ചികിത്സ നടത്താനും സാധിക്കുന്നുണ്ട്. ലോകം അതിവേഗം മാറ്റങ്ങളിലൂടെ പ്രയാണം ചെയ്യുകയാണ്. അറിവും കഴിവുമുള്ള ഒരു പുത്തൻ തലമുറ നമ്മോടൊപ്പം വളർന്നു വരുന്നു. ഈ മണ്ണിൻ്റെ സുന്ദരമാർന്ന ഭാവിയിൽ ചരിത്രം കുറിക്കേണ്ട നാളെയുടെ പ്രതീക്ഷകളാണ് ഓരോ വിദ്യാർത്ഥികളും.
അക്ഷരങ്ങളുടെ, അറിവിൻ്റെ, വായനയുടെ ലോകത്തേക്ക് അവരെ കൈപിടിച്ച് നടത്താൻ നാം തയ്യാറാകണം. 2022-23, 24-25 വർഷം വരെ 9 ലക്ഷം രൂപ ചെലവഴിച്ച് 11 സ്കൂളുകളിലെ പഠന പരിമിതിയുള്ള 111 കുട്ടികൾക്ക് പഠന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ആത്മവിശ്വാസവും കരിയർ ഗൈഡൻസ് നൽകുകയും ചെയ്യുകയാണ്. സെന്ററിൽ ചേർന്ന മുഴുവൻ കുട്ടികളും SSLC പരീക്ഷ പാസ്സായിട്ടുണ്ട് എന്നത് കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ആശ്വാസം ലഭിക്കുവാനും ഇടയായിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്താണ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത്. ഈ പദ്ധതി വിജയകരമായി നടപ്പിലാക്കുന്ന ഫാക്കൽറ്റി എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് ഈ സെന്ററിലെ ഫാക്കൽറ്റി ശ്രീമതി ഷിൽന പ്രസാദിന് 2023 വർഷത്തെ നാഷണൽ എക്സലന്റ് എഡ്യൂക്കേഷണൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നത് അഭിമാനകരമാണ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 3 വർഷത്തോളമായി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുത്തു വരുന്നുണ്ട്. സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി സപ്പോർട്ട് സെൻ്റർ എന്നാണ് നമ്മുടെ സെൻറ്ററിൻ്റെ പേര്. ഇംഗ്ലീഷ്, മലയാളം, കണക്ക്, ഹിന്ദി തുടങ്ങിയ വിഷയങ്ങളിൽ പഠന പിന്നോക്ക അവസ്ഥയിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഏകദേശം 80ഓളം കുട്ടികൾ നമുക്കിപ്പോൾ ഓൺഗോയിങ് ആയിട്ടുള്ളതുണ്ട്. ഓരോ വർഷം കഴിയുന്തോറും നമുക്ക് അഡ്മിഷൻസ് കൂടി വരികയാണ്. മൊത്തത്തിൽ 110 കുട്ടികളാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് 80ഓളം കുട്ടികൾക്ക് നമ്മൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ബിഹേവിയറലായിട്ടുള്ള ചേഞ്ചസ്, പേരൻസിന് കൗൺസിലിങ്, ഒരു പൊതു അവയർനെസ്, സ്കൂളുകളിൽ അവയർനെസ് തുടങ്ങിയ ക്യാമ്പുകളും 1 ഡേ പ്രോഗ്രാംസൊക്കെ ആയിട്ട് നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ മികച്ച ഒരു സപ്പോർട്ട് നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം നമ്മുടെ സെൻറ്റർ വളരാനായിട്ട് സാധിച്ചത്. ഒരുപാട് കുട്ടികൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേരൻസിൻ്റെ അടുത്തുനിന്ന് നല്ല ഫീഡ്ബാക്കുകൾ കിട്ടുന്നുണ്ട്. മാത്രമല്ല സ്കൂളുകളിലാണെങ്കിലും മൊത്തത്തിൽ കുട്ടികളുടെ ഒരു ഓവറോൾ ചേഞ്ചസ് നമുക്ക് നോട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാലിന്യം നിറഞ്ഞ നാട് രോഗങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ നാടിൻ്റെ നന്മയ്ക്കായി കരുതലോടെ ശുചിത്വ സുന്ദരമാർന്ന ഒരു ഗ്രാമത്തെ വാർത്തെടുക്കുവാൻ ഭരണസമിതി ഏറെ ശ്രദ്ധ പുലർത്തുന്നു. എല്ലാ ടൗണുകളും കേന്ദ്രീകരിച്ച് ഒട്ടനവധി ബിന്നുകളും സ്ഥാപിക്കുകയും വാതിൽപ്പടി സേവനത്തിലൂടെ ഹരിതകർമ്മസേന മികച്ച പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ശുചിത്വ സുന്ദരമായ ഒരു നാടിനെ സൃഷ്ടിക്കുവാൻ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറെ അഭിനന്ദനാർഹമാണ്. 2020 അധികാരത്തിലേറുമ്പോൾ കോവിഡ് എന്ന മഹാമാരി എന്ന പ്രതിസന്ധി വളരെ രൂക്ഷമായ കാലഘട്ടത്തിലാണ് ചെറുപുഴ പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു വരുവാനായിട്ട് സാധിച്ചത്. എന്നാൽ നാളിതുവരെയുള്ള ഈ പ്രവർത്തന മേഖലകളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ വളരെ വ്യത്യസ്ത മേഖലകളിൽ കാഴ്ചവെക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവുമുണ്ട്. ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ആധുനിക രീതിയിലുള്ള ടോയ്ലറ്റ്, കോഴിച്ചാൽ, താബോർ, ചെറുപുഴ എന്നിവിടങ്ങളിൽ സഞ്ചാരികൾക്ക് വേണ്ടി ടേക്ക് എ ബ്രേക്ക് എന്നിവ നിർമ്മിച്ച് ജനങ്ങൾക്ക് ആശ്വാസം നൽകി വരുന്നു. പുളിങ്ങോം, ചെറുപുഴ ടൗണുകളിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിനോടൊപ്പം വർഷത്തിൽ പലതവണ ജനകീയ കൂട്ടായ്മയോടെ പഞ്ചായത്തിലെ എല്ലാ ടൗണുകളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നു. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ നൊമ്പരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി ഈ മണ്ണിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ മികവാർന്ന നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ പഞ്ചായത്ത് ഭരണകൂടം ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. കാട്ടാനശല്യം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ കൃഷിയിൽ ഒരു മാറ്റം എന്ന രീതിയിൽ കാപ്പി കൃഷി ആരംഭിക്കുവാനായി കാപ്പിത്തൈകൾ നൽകുകയും കാട്ടുമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാൻ സോളാർ വേലികൾ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. കേരഗ്രാമം പദ്ധതിയിലൂടെ മികച്ച പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ഏറെ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മത്സ്യകൃഷി പ്രോത്സാഹനത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി. കാർഷിക മേഖലയിൽ 3,11,00,000 രൂപയുടെ വിവിധ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി. മൃഗസംരക്ഷണ മേഖലയിൽ ഏറെ പ്രോത്സാഹനവും സഹായവും നൽകി
കാർഷിക മൃഗസംരക്ഷണ മേഖലയെ വളർത്തിയെടുക്കുവാൻ കർഷകർക്ക് വിവിധങ്ങളായ സബ്സിഡികളും സഹായങ്ങളും നൽകി വരുന്നു. പശു, ആട്, കോഴി മുതലായവയെ വിതരണം നടത്തി മൃഗസംരക്ഷണ മേഖലയെ ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. നമുക്ക് മുന്നേ സഞ്ചരിച്ച ഈ മണ്ണിനെ മനോഹരമാക്കി തീർത്ത ജീവിതത്തിൻ്റെ സായാഹ്ന നിമിഷങ്ങളിൽ എത്തി നിൽക്കുന്ന വയോജനങ്ങളോടൊപ്പം കരുതലോടെ ചേർന്നിരിക്കുവാൻ, തണലാകുവാൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ചുണ്ട, തിരുമേനി, കോലുപള്ളി മുതലായ സ്ഥലങ്ങളിൽ വയോജനങ്ങൾക്കായി പകൽ വീടുകൾ, വയോജനങ്ങളെ ചേർത്ത് നിർത്തുവാനും ആഘോഷമാക്കുവാനുമായി വയോജന സംഗമങ്ങൾ, ആവശ്യക്കാർക്ക് ശ്രവണ സഹായികൾ, പാവപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ, സഹായ ഉപകരണങ്ങൾ എന്നിവ നൽകി കരുതലായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വയോജനങ്ങൾക്കൊപ്പം മെച്ചപ്പെട്ട സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കി ചേർത്ത് നിർത്തുന്നു. ജനകീയ കൂട്ടായ്മയിൽ പണം ശേഖരിച്ച് സ്ഥലം വാങ്ങിച്ച് പഞ്ചായത്ത് ഇടപെടലിലൂടെ ട്രഷറി കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനം നടന്നുവരുന്നു. കൊറോണ ഭീതി നിലനിന്നിരുന്ന സമയത്ത് ജനകീയ കൂട്ടായ്മയിലൂടെ പണം സ്വരൂപിച്ച് ആംബുലൻസ് വാങ്ങി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിമാനമായ കായിക താരങ്ങളായ ശ്രീ ജോബി ജോസഫ്, ശ്രീമതി ട്രീസ ജോളി എന്നിവരോടുള്ള ബഹുമാനം പുലർത്തിക്കൊണ്ട് ചുണ്ടയിൽ 3 കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം സ്ഥാപിച്ചു. കേരള സർക്കാർ പദ്ധതിയായ മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിന് സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചു. പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുക്കലിലേക്കായി 2 കോടി രൂപ അനുവദിച്ചു. ഇത് ഭംഗിയാവണമെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ ആ പ്രവൃത്തി നടക്കണം. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ 20 ലക്ഷം രൂപ വെച്ച് ഇതിന് മൊത്തം ചുറ്റിലും നെറ്റിടാൻ വേണ്ടിയിട്ട്, എല്ലാ ഭാഗത്തും റോഡാണ്, ഒരു ഭാഗത്ത് പുഴയാണ്. അപ്പോൾ കുട്ടികൾക്ക് കളിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടി നെറ്റിടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. ആ പ്രവൃത്തിയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം ഒരു സന്തോഷ വാർത്ത ജോയി പറഞ്ഞതാണ് പങ്കുവെക്കാനുള്ളത്. സ്പോർട്സ് ഫൗണ്ടേഷൻ കേരളയുടെ ഒരു കത്ത് മിനിയാന്ന് പഞ്ചായത്തിലെത്തിയിട്ടുണ്ട്. അവർ ഈ പ്രവൃത്തി ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ്. അത്യാധുനിക രീതിയിലുള്ള പൊതുശ്മശാനം ഭൂദാനത്ത് യാഥാർത്ഥ്യമാക്കി. ജനങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. നിലവിലുള്ള റോഡുകൾ മെച്ചപ്പെട്ട രീതിയിൽ ഗതാഗത സംവിധാനം ഒരുക്കുന്നതിനോടൊപ്പം പുതുതായി നിരവധി റോഡുകളും ഏറ്റെടുക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചു. 2 കോടി രൂപ ചെലവിൽ മീൻതുള്ളിപ്പാലവും 3 കോടി രൂപ ചെലവിൽ GHSS പുളിങ്ങോം ഗ്രൗണ്ട്, 27,80,000 രൂപ ചെലവിൽ കരീക്കര തോട് സംരക്ഷണ ഭിത്തിയും, 1 കോടി രൂപ ചെലവിൽ മുളപ്രപ്പാലവും, 1 കോടി രൂപയുടെ കേരഗ്രാമം പദ്ധതിയും, 118.26 കോടി രൂപയുടെ ജനജീവൻ മിഷൻ പദ്ധതിയും, 44 ലക്ഷം രൂപയുടെ വയക്കര വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണവും, ചെറുപുഴ സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിനായി 1.5 കോടി രൂപയും ചിലവഴിച്ചു. ചട്ടിവയൽ ചാത്തമംഗലം റോഡ്, ആനക്കല്ല് ചേലമുക്ക് റോഡ്, മഞ്ഞക്കാട് തട്ടുമ്മൽ റോഡ്, തിരുമേനി മുതുവം പരുത്തിക്കല്ല് റോഡ് എന്നീ റോഡുകൾക്ക് 10 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളും ഫ്ലഡ് റോഡ് വികസന ഫണ്ട് ഉപയോഗിച്ച് ചെയ്തു തീർക്കാൻ സാധിച്ചു.
2025 ബഡ്ജറ്റ് അടിസ്ഥാനത്തിൽ GHSS പ്രാപ്പോയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 1.5 കോടി രൂപയും ചെറുപുഴ തോട് പാർശ്വ സംരക്ഷണ ഭിത്തിക്കായി 50 ലക്ഷം രൂപയും ജോസ്ഗിരി തിരുനെറ്റി റോഡിന് 20 ലക്ഷം രൂപയും കോക്കടവ് കൂളേരിക്ക റോഡിന് 20 ലക്ഷം രൂപയും പ്രാപ്പോയിൽ പെരിന്തളം റോഡിന് 20 ലക്ഷം രൂപയും ഐക്കരമുക്ക് ചാത്തമംഗലം റോഡിന് 15 ലക്ഷം രൂപയും കോലുവള്ളി ഭൂതാനം റോഡിന് 15 ലക്ഷം രൂപയും ഇടവരമ്പ് കൂമൻകുന്ന് താബോർ റോഡിന് 25 ലക്ഷം രൂപയും രാജഗിരി ജോസ്ഗിരി റോഡിന് 5 കോടി രൂപയും പ്രാപ്പോയിൽ മോഡൽ പ്രീ പ്രൈമറിക്ക് 1.5 കോടി രൂപയും അംബേദ്കർ സെറ്റിൽമെന്റ് ഗ്രാമം കുണ്ടേരിക്ക് 1 കോടി രൂപയും പുളിങ്ങോം FHCക്ക് 55 ലക്ഷം രൂപയും ലഭിക്കുകയുണ്ടായി. ആ ലാബിൽ പ്രധാനപ്പെട്ട എല്ലാ പരിശോധനകളും നടത്തുന്നുണ്ട് എന്ന് മാത്രമല്ല, അത് നമ്മളുടെ കോർപ്പറേറ്റ് ആശുപത്രികളിലെ ലാബുകളിൽ പരിശോധിക്കുന്നതിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ 1/3 നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രൈവറ്റ് ആശുപത്രികളിലെ ലാബുകളിലും പ്രൈവറ്റ് ലാബുകളിലും പരിശോധിക്കുന്നതുമായി തട്ടിച്ചു നോക്കിയാൽ അതിന്റെ പകുതിയും ചെലവിലാണ് പ്രധാനപ്പെട്ട പരിശോധനകളൊക്കെ നടക്കുക. ചെറുപുഴ മേലെബസാർ റിവർ വ്യൂ പവിത്ര ജ്വല്ലറി റോഡ് മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി റോഡ് ചട്ടിവേൽ നായനാർ വായനശാല കെട്ടിടം വാഴക്കുണ്ടം ചൂരപ്പടവ് റോഡ് പെരുന്തട്ടം പുല്ലുമല റോഡ് കോഴിച്ചാൽ കട്ടപ്പള്ളി ശാന്തിപുരം റോഡ് ചെമ്പളായിമുക്ക് താന്നിച്ചാൽ റോഡ് രാജഗിരി കാനംവയൽ റോഡ് പുളിങ്ങോം സ്കൂൾ ബസ് താന്നിച്ചാൽ തേവർക്കുന്ന് പരുത്തിക്കൽ റോഡ് രാജഗിരി കാനംവയൽ മരുത്തുംതട്ട് റോഡ് ഭൂതാനം പാണ്ടിക്കടവ് റോഡ് നരമ്പ് ശ്മശാനം റോഡ് CP കൃഷ്ണൻ സ്മാരക വായനശാല ഇടവരമ്പ് പഞ്ചായത്തിൻ്റെ കളിസ്ഥലം ഹൈമാസ്റ്റ് ലൈറ്റുകൾ മിനിമാസ്റ്റ് ലൈറ്റുകൾ എന്നീ പദ്ധതികൾക്കായി MLA ഫണ്ടിൽ നിന്നും 3,07,00,000 രൂപ ലഭിക്കുകയും ഏറെ മനോഹരവും സമയബന്ധിതവുമായി പഞ്ചായത്ത് വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു. ഗോത്ര ജീവിതത്തിൻ്റെ സംസ്കാരവും പൈതൃകവും ഈ മണ്ണിനെ തനിമയോടെ സുന്ദരമാക്കുന്നു. പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒട്ടനവധി ഉന്നതികൾ നിറഞ്ഞ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ലഭ്യമായ ആനുകൂല്യങ്ങളെ പ്രയോജനകരമായ രീതിയിൽ അർഹതപ്പെട്ട സഹോദരങ്ങളിലേക്ക് എത്തിക്കുവാൻ എന്നും കർമ്മനിരതമാണ്. ഉന്നതികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനും കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ സഹായങ്ങൾ നൽകുവാനും പഞ്ചായത്ത് ഭരണകൂടം ഏറെ ശ്രദ്ധ ചെലുത്തുന്നു. വനാതിർത്തികളിൽ അധിവസിക്കുന്നവരെ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ സോളാർ വേലികൾ നിർമ്മിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങളും റോഡ് ഗതാഗതങ്ങളും നിർമ്മിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് കരുതലായി കാവലായി എന്നും ഒപ്പം ചേർന്ന് നിൽക്കുന്നു. വിദേശ ജോലിക്ക് പോകുന്ന പട്ടികവർഗത്തിൽപ്പെട്ട 2 പേർക്ക് 2.5 ലക്ഷം രൂപ ധനസഹായം ഇതിനോടകം നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖലകളിലെ സാധ്യതകളെ ഏറെ പ്രോത്സാഹനം നൽകി പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാനും അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കുവാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നത് ഏറെ അഭിമാനകരം. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് 2021 5 വർഷക്കാലം അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ
പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുള്ള ഒരു സമയമായി. നമ്മുടെ ഒരു നാടിന്റെ വികസന രംഗത്ത് ഒരു പ്രാദേശിക ഭരണകൂടം എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു സർക്കാരിനെ പോലുള്ള അധികാരമാണ് പഞ്ചായത്തുകൾക്ക് നൽകിയിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ വികസനം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മലയോര പഞ്ചായത്തുള്ള നിലയിൽ നമ്മുടെ പഞ്ചായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വികസനം റോഡാണ്. അതേതൊരു മനുഷ്യന്റെയും മനസ്സിൽ നിറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്. അതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇടപെടാൻ ഈ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ MLA ഏതാണ്ട് 144.25 കോടി രൂപയാണ് MLA വിവിധ കുടിവെള്ളത്തിന്, ആരോഗ്യരംഗത്ത്, നമ്മുടെ മീൻതുള്ളിപ്പാലം പോലുള്ള പാലങ്ങൾ, കലുങ്കുകൾ, തടയണകൾ, ഞാൻ ഓരോന്നോരോന്നും പറയുന്നില്ല. അതുകൊണ്ട് MLA ഈ പഞ്ചായത്തിനൊന്ന് 144.5 കോടി രൂപയാണ്. ഏതാണ്ട് റോഡ് വികസനത്തിന് ഈ പഞ്ചായത്ത് 17.25 കോടി ചെലവഴിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു ചെറിയ കണക്ക് ഞാൻ നോക്കിയപ്പം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഒരു കണക്ക് നോക്കിയപ്പം കണ്ട ഒരു കാര്യമാണ്. ഏതാണ്ട് 55 കോടിയോളം രൂപ ഈ 5 വർഷത്തിൽ ശരാശരി 15-20 കോടിക്ക് ഇടയ്ക്ക് 55 കോടിയോളം രൂപ ഈ 5 വർഷത്തിനിടയ്ക്ക് വിവിധ രംഗങ്ങളിൽ സമഗ്ര വികസനത്തിന് നമ്മുടെ പഞ്ചായത്ത് ചെലവഴിച്ചുകൊണ്ട് സർക്കാരിന്റെ സഹായത്തോടു കൂടി ചെലവഴിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യം ഞാൻ അതിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും കടക്കുന്നില്ല. ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്ട് 3 കോടി രൂപ, ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് 3 കോടി രൂപ. അതിനപ്പുറത്ത് മനോഹരമായ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് 46 കോടി രൂപയിലധികമാണ് ഇവിടെ ചെലവഴിച്ചത്. അതിൽ ഏതാണ്ട് 20 കോടിയോളം രൂപ റോഡിനാണ്, കരിങ്കലാണ്, അതുപോലെ കാന നിർമ്മിക്കാനാണ്, മെറ്റീരിയൽ വർക്ക് നടത്തിയൊരു പടിക്കാണ്. ആ ഇടപെടലൊക്കെ നമ്മുടെ പഞ്ചായത്തിനകത്ത് നടന്നിട്ടുണ്ട്. ഏതാണ്ട് 251 കോടി രൂപ നമ്മുടെ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് വികസന രംഗത്ത് ഇടപെട്ട് നടപ്പാക്കാൻ KF അലക്സാണ്ടർ മാഷ് പ്രസിഡന്റായ ഞങ്ങൾ 19 അംഗങ്ങൾ അടങ്ങുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. മാറിവരുന്ന സാമൂഹിക സാഹചര്യങ്ങളിൽ സാമ്പത്തിക പരാധീനതകളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു തണലാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. 38 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്തിൽ മികച്ച രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനവും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് 200 തൊഴിൽ ദിനവും സമ്മാനിച്ച് തൊഴിലുറപ്പ് പദ്ധതി ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്നു. ഇത് 11-ാം വാർഡ് ചട്ടിവേൽ എന്ന് പറഞ്ഞ പണി സൈറ്റാണ്. ഞങ്ങളുടെ പണി സൈറ്റ് നല്ല നീറ്റായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും ഒരു 10-15 പേർക്ക് കുറഞ്ഞതേലും 100 ഈ സൈറ്റിൽ നിന്ന് തന്നെ ആവുന്നുണ്ട്, 100 ആവുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും തന്നെ 100-നടുത്ത് ആവുന്നുണ്ട്. ഒരു ക്യാപ്പില്ലാതെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പണി. ഒന്ന് തീരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആദ്യം ഡിമാൻഡ് ചെയ്യുന്നു, അന്നേരത്തേനും നമുക്ക് അടുത്ത പണി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും വേഗം തരുന്നുണ്ട്. കഴിയാനാകുമ്പോഴത്തേനും അവരെ വിളിക്കുമ്പോഴേ അന്നേരം അടുത്ത മാസ്റ്ററോള് ഇതാക്കി തരുന്നുണ്ട് പഞ്ചായത്തിന്റെ ഇതിൽ നിന്ന്. പിന്നെ തൊഴിലാളികൾ എല്ലാവരും നല്ല സഹകരണം, നമ്മൾ പറയുന്ന പോലെ എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലായിടത്തും നല്ല സഹകരണം നമുക്ക് കിട്ടുന്നുണ്ട്. വേനൽക്കാലങ്ങളിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലെ മുഴുവൻ ആളുകൾക്കും ശുദ്ധജലം എല്ലാ വർഷവും വീടുകളിൽ എത്തിച്ചു വരുന്നു. കൂടാതെ ജലവിഭവ വകുപ്പിൽ നിന്നും പ്രത്യേക ഗ്രാന്റ് അനുവദിച്ച് 2 കോടി രൂപ മുടക്കി 200 മഴവെള്ള സംഭരണികൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ചു. തകർന്നടിഞ്ഞ പുഴയുടെ തീരങ്ങളെ മനോഹരമാക്കി സംരക്ഷിക്കുവാനും അവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് സ്ഥാപിക്കുവാനും സാധിച്ചു. ഇതുമായി സഹകരിച്ച ചെറുപുഴ ഗ്രാമീണ വായനശാലയ്ക്ക് അഭിനന്ദനങ്ങൾ. ചെറുപുഴയുടെ പുഴയോരത്തെ മനോഹരമാക്കി ചെറുപുഴ റിവർ വ്യൂ പാർക്ക് നാടിന് സമർപ്പിച്ചു. ചെറുപുഴയുടെ പുഴയോരത്തെ മനോഹരമാക്കി ചെറുപുഴ റിവർ വ്യൂ പാർക്ക് നാടിന് സമർപ്പിച്ചു. ചെറുപുഴയുടെ പുഴയോരത്തെ മനോഹരമാക്കി ചെറുപുഴ റിവർ വ്യൂ പാർക്ക് നാടിന് സമർപ്പിച്ചു.
സാമൂഹിക പങ്കാളിത്തത്തോടെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനുമുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കുടുംബശ്രീ. വനിതകളെ സ്വയം സഹായ ലക്ഷ്യമുള്ള ത്രിതല സമൂഹങ്ങളായി സംഘടിപ്പിച്ച് ലഭ്യമായ ആശയവിഭവ സ്രോതസ്സുകളുടെ ആവശ്യാധിഷ്ഠിത സമന്വയത്തിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ കേവല ദാരിദ്ര്യത്തിൻ്റെ സമസ്ത പ്രകടിത ബഹുമുഖ രൂപഭാവങ്ങളെ വരുന്ന ഒരു ദശകത്തിനുള്ളിൽ ഉന്മൂലനം ചെയ്യുവാനുള്ള നൂതന ഏകോപിത സാമൂഹികാധിഷ്ഠിത സമഗ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന സമീപനത്തിലൂടെ വിവിധങ്ങളായ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു പുത്തൻ ചെറുകിട സംരംഭങ്ങളെ നടപ്പിലാക്കിയും സാധാരണ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ സംവിധാനമായി 59 വ്യക്തിഗത സംരംഭങ്ങളും 32 ഗ്രൂപ്പ് സംരംഭങ്ങളും ഉൾപ്പെടെ 195 അംഗങ്ങൾ സംരംഭകരായി നിരവധി JLG ലോണുകളും ഒട്ടനവധി ചെറുകിട ലോണുകളും ഗുണകരമായ രീതിയിൽ ലഭ്യമാകുന്ന സംവിധാനത്തോടെ ജനോപകാരപ്രദമായ രീതിയിൽ കുടുംബശ്രീയുടെ പ്രവർത്തനം ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ മികച്ച രീതിയിൽ മുന്നേറുന്നു. ബഹുമാനപ്പെട്ട രാജ്യസഭാ MP ജോസ് കെ മാണിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും കോലുവള്ളി ഹരിജൻ ഉന്നതി റോഡ്, വാഴേപ്പറമ്പിൽ കവല പൊൻപുഴത്തോട് റോഡ് എന്നിവയ്ക്ക് ഫണ്ട് നൽകി വികസനം യാഥാർത്ഥ്യമാക്കി. രാജ്യസഭാ MP ജോൺ ബ്രിട്ടാസിന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും പാറോത്തുനീർ ഗ്രാമീണ വായനശാല കെട്ടിട നിർമ്മാണത്തിന് 20 ലക്ഷം രൂപ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ റോഡുകൾക്കായി 60 ലക്ഷം രൂപ നൽകി. അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെട്ട കെട്ടിടവും ജലസേചന സൗകര്യങ്ങളുമില്ലാതെ പലവിധ പ്രായോഗിക ബുദ്ധിമുട്ടുകളെ അഭിമുഖീകരിക്കുന്ന അംഗൻവാടികളെ മികച്ച അംഗൻവാടികളാക്കി മാറ്റുവാനും മെച്ചപ്പെട്ട സൗകര്യങ്ങളിലൂടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനും നമുക്ക് സാധിച്ചു എന്നത് ഏറെ അഭിമാനം. വിവിധങ്ങളായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 1,34 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അംഗൻവാടി പ്രവർത്തനങ്ങളിൽ യാഥാർത്ഥ്യമാക്കി. അംഗൻവാടിയുടെ കളി ഉപകരണങ്ങൾ വാങ്ങുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് നൽകി. വിവിധ ജോലിക്കായി പോകുന്ന വീട്ടമ്മമാരുടെ കൊച്ചുമക്കളെ സംരക്ഷിക്കുന്നതിനായി ചെറുപുഴ അംഗൻവാടിയോട് ചേർന്ന് ക്രഷ് എ എന്ന സംവിധാനം നടപ്പിലാക്കി വരുന്നു. പഞ്ചായത്ത് വികസന ഫണ്ടിൽ നിന്നും പ്രാദേശിക വിഭവ സമാഹരണത്തിനായി വിവിധങ്ങളായ 10 ഗ്രൂപ്പുകൾക്ക് 37.5 ലക്ഷം രൂപയും 6 വ്യക്തിഗത സംരംഭങ്ങൾക്കായി 5.5 ലക്ഷം രൂപയും ചിലവഴിക്കുക വഴി 35 പേർക്ക് തൊഴിൽ നൽകുവാൻ കഴിഞ്ഞു. കൂടാതെ 2010-15 കാലത്ത് നിർമ്മിച്ച തട്ടുമ്മൽ കൊപ്ര ഡ്രയർ സാങ്കേതിക കുരുക്കുകൾ മറികടന്ന് പ്രവർത്തനം സാധ്യമാക്കാനിടയായത് എടുത്തു പറയേണ്ടതാണ്. തകർന്നടിഞ്ഞ ചെറുപുഴ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ബസ് സ്റ്റാൻഡ്, ടോയ്ലറ്റ് മുതലായവ മികച്ച രീതിയിലാക്കി തീർത്തു. ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ ആധുനിക രീതിയിലുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്തിൻ്റെ മുഴുവൻ PWD റോഡുകളും പ്രധാന റോഡുകളും 500 മീറ്ററുകളിലും കാട്ടാനശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലും 1.5 കോടി ചെലവിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. മുൻ MLA ശ്രീ C കൃഷ്ണൻ അനുവദിച്ച 6 കോടി രൂപയുടെ കോഴിച്ചാൽ പാലം പണി പൂർത്തിയായി. 2010-15 കോർപ്പസ് ഫണ്ടിൽ നിന്നും അനുവദിച്ച കാനംവയൽ പാലം ഈ കാലയളവിൽ യാഥാർത്ഥ്യമാക്കുവാൻ കഴിഞ്ഞു. വെള്ളപ്പൊക്കക്കാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന കോഴിച്ചാൽ തുരുത്തിലേക്ക് 14 ലക്ഷം രൂപ ചെലവിൽ ഇരുമ്പ് പാലം നിർമ്മിച്ചു. സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേരള ആയിരുന്നു നിർമ്മാണ ചുമതല. ഭിന്നശേഷി കുട്ടികളുടെ കലാകായിക മത്സരങ്ങൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകൾ, കേൾവി വൈകല്യമുള്ളവർക്ക് ശ്രവണ സഹായി എന്നിവ ഈ കാലയളവിൽ നൽകുകയും സമൂഹത്തിൽ ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുവാനും ചേർത്ത് നിർത്തുവാനും ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. ഗ്രാമപഞ്ചായത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പദ്ധതികൾക്കായി ജില്ലാ പഞ്ചായത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. വികസനത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ജനോപകാരപ്രദമായ വ്യത്യസ്ത പദ്ധതികൾ ലഭിക്കുകയുണ്ടായി.
ഏവർക്കും പ്രാപ്യമായ ഭരണ സംവിധാനത്തിലൂടെ രാഷ്ട്രീയ പ്രാദേശിക സങ്കുചിതങ്ങൾക്കും അപ്പുറം തുല്യനീതിയും തുല്യവികസനവും വിവേചനരഹിതമായ സമീപനങ്ങളിലൂടെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് അർഹത മാത്രം മാനദണ്ഡമാക്കി അഴിമതിരഹിത ഭരണ സംവിധാനത്തിലൂടെ വികസന ഫണ്ടുകൾ ജനോപകാരപ്രദമായ രീതിയിൽ വിനിയോഗം നടത്തി ജനങ്ങൾക്കും ഭരണ സംവിധാനങ്ങൾക്കും അഭിമാനവും ആവേശവുമായി മാറിയ ശ്രീ KF അലക്സാണ്ടർ നേതൃത്വം നൽകുന്ന ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് അഭിമാനം നിറഞ്ഞ ചരിത്രം കാലം അടയാളപ്പെടുത്തട്ടെ.